ഇന്നത്തെ വചനചിന്തയ്ക്ക് ആധാരമായി എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പ്രേരിപ്പിച്ച ദൈവിക ദൂത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വാക്യമാണ്. ആമേൻ. 1:45 വായിച്ചാൽ, കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആമേൻ. എല്ലാവരും വചനം നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ടെങ്കിൽ അതെടുക്കണം, ബൈബിൾ എടുക്കണം, എന്നോട് ചേർന്ന് വായിച്ചാട്ടെ. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പൊ കർത്താവ് എന്നോട് അരുളി ചെയ്തതിന് അത് സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നവർ they are blessed. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, നിങ്ങളുടെ അവസ്ഥകൾ ഇപ്പോൾ ഏതുമാകട്ടെ, ആയതിന്റെ നടുവിൽ എന്നോട് ഇന്നലകളിൽ ദൈവം പറഞ്ഞ ദൂത് നടക്കും. എന്നോട് സംസാരിച്ചത്, എന്നോട് ഇടപെട്ടത് ഒരു മനുഷ്യനല്ല, മറിച്ച് സർവശക്തനായ ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തു. അതതുപോലെ സംഭവിക്കും എന്ന് വിശ്വസിക്കുവാൻ ഈ പകൽ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകും. എന്റെ കർത്താവ് ഇങ്ങനെയാണ് പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. If you want to see a glory in your life, if you want to see a miracle in your life, കർത്താവ് പറഞ്ഞത് ഒറ്റ കാര്യമാണ്, നീ വിശ്വസിക്കുക. സാഹചര്യങ്ങളെ നോക്കിയാൽ നമുക്ക് നാം കേട്ട ദൂതുകളെ വിശ്വസിപ്പാൻ കഴിയത്തില്ല. സാഹചര്യങ്ങളെ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ സംശയങ്ങൾ പൊങ്ങി വരും. അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം കേട്ട ദൂതുണ്ട്, ആലോചനയുണ്ട്, ദൈവശബ്ദമുണ്ട്. പക്ഷെ ഇപ്പോൾ സാഹചര്യങ്ങളെ നോക്കിയാൽ അബ്രഹാമിന് 100 വയസ്സായി, സാറയ്ക്ക് 90 വയസ്സായി. അബ്രഹാമിന് പ്രത്യുൽപാദന ശേഷി നിന്നുപോയി, സാറയ്ക്ക് സ്ത്രീകളുടെ മുറ നിന്നുപോയി. ഇനി കേട്ട വാഗ്ദത്തം നടക്കാൻ യാതൊരു പോസിബിലിറ്റിയും ഇല്ല, പോസിറ്റിവിറ്റിയും ഇല്ല. എന്നാൽ ആയതിന്റെ നടുവിൽ അബ്രഹാം ക്ഷീണിച്ചു. അബ്രഹാം സാഹചര്യങ്ങളെ കണ്ട് തളർന്നുവെന്നല്ല, അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ ദൈവത്തിൽ വിശ്വസിച്ചു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ദൂത് പറയുന്നു, ആശയ്ക്ക് വിരോധമായി ആശയോടെ നീ വിശ്വസിക്കാൻ തയ്യാറാണോ? എന്നാൽ ഗെറ്റ് റെഡി ടു സീ എ ഗ്ലോറി ഇൻ യുവർ ലൈഫ്. നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ തയ്യാറായിക്കോ. ഇവിടെ നമുക്കറിയാം, ദൂത് കേട്ടത് മറിയയാണ്. മറിയയുടെ ജീവിതത്തിൽ മറിയ ചോദിക്കുന്നുണ്ട്, ഞാൻ പുരുഷനെ അറിയാകയാൽ ഇതെങ്ങനെ സംഭവിക്കും? ദിസ് ഈസ് ഇംപോസിബിൾ. ഇങ്ങനെ ഒരു കാര്യം ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, ഇതെങ്ങനെ സംഭവിക്കും? എന്നിട്ട് ദൈവം അവളോട് പറയുകയാണ്, നീ കേട്ട ദൂത് എങ്ങനെ നടക്കുമെന്നാണ് നിന്റെ ചിന്തയെങ്കിൽ സാഹചര്യങ്ങളെല്ലാം എതിരാണ്. ഒരു സാധ്യതകളും കാണാനില്ല. ആയതിന്റെ നടുവിൽ ഈ ദൂത് എങ്ങനെ നടക്കുമെന്നാണ് നിന്റെ ചോദ്യമെങ്കിൽ ഇന്ന് പകലിൽ എന്നോടും നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് പറയാനുണ്ട്. നീ കേട്ട ദൂത്, നീ കേട്ട ആലോചന എങ്ങനെ നടക്കുമെന്നാണ് നീ ചോദിക്കുന്നതെങ്കിൽ ഒറ്റ ആൻസറേ ഉള്ളൂ: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരോ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. നീ കേട്ട ദൂതിന്റെ മേൽ നിന്റെ ശക്തി കൊണ്ടല്ല അത് നടക്കാൻ പോകുന്ന മറിയേ, നീ പുരുഷനെ അറിയാകയാൽ എങ്ങനെ സംഭവിക്കുമെന്നാ നീ ചോദിക്കുന്നേ. ഇത് നിന്റെ ശക്തി കൊണ്ടോ, നിന്റെ ബലം കൊണ്ടോ, മറ്റ് കായിക ശക്തി കൊണ്ടോ അല്ല. നീ കേട്ട ദൂത് നിന്റെ ഡിഗ്രി കൊണ്ടോ, നിന്റെ പണം കൊണ്ടോ അല്ല നടക്കാൻ പോകുന്നത്. അതിനൊറ്റ ആൻസറാണ്: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരോ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരോ. ഇന്ന് പകലിൽ ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആത്മാവ് എന്റെ മേൽ വന്ന് എന്നെ നിവർത്തി നിർത്തുമാറാക്കിയെന്ന് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ഇന്ന് പകലിൽ ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ കേട്ട ദൈവദൂത് നിവർത്തീകരിക്കേണ്ടതിന് അത്യുന്നതന്റെ ശക്തി പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ ഇറങ്ങി വരിക, ചിലരുടെ ശരീരത്തിൽ ഇറങ്ങി വരിക, ചിലരുടെ നാഡി ഞരമ്പുകളിൽ ഇറങ്ങി വരിക. ചിലർ മരിച്ചു എന്ന് പറയുന്ന വിഷയത്തിനകത്ത് ഈ പകൽ ദൈവ സാന്നിധ്യം ചലിക്കുക.
അടനമനകടക ജുഡമലകടക ശാർബന സുർമന ഹത്തി അന്ന ഖട്ടി ലഖമ സതുരി അർബാന റബനകന ഗടഗരഗനഗരഗതിയ. ചില വാതിലുകൾ തുറക്കുക. അവർ ആമേനാമി പ്രാർത്ഥിച്ചു, പാടി ആരാധിച്ചപ്പോൾ ആമേനാമി അടിസ്ഥാനങ്ങൾ കുലുങ്ങി വാതിലുകൾ തുറന്നു, ചങ്ങലകൾ അഴിഞ്ഞു. ഇന്ന് പകലിൽ ഈ വചനം വിശ്വസിക്കുക. തന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ആമേനാമി ചില ഡിവൈസുകളെ നോക്കി നിങ്ങളുടെ പേര് വിളിച്ച് ദൈവാത്മാവ് ചോദിക്കുന്നു, നീ വിശ്വസിക്കുന്നുണ്ടോ? നിന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകുമെന്ന് നീ വിശ്വസിക്കുന്നോ? എങ്കിൽ നീ ഭാഗ്യവതി. എങ്കിൽ നീ ഭാഗ്യവതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, എങ്കിൽ അന്യന്റെ കണ്ണല്ല, നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് നിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തി നീ കാണാൻ പോകും. ആമേ. എങ്കിൽ നീ ഭാഗ്യവതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ആമേ, അങ്ങനെ നീ വിശ്വസിച്ചാൽ അന്യന്റെ കരമല്ല, നിന്റെ സ്വന്തം കരം കൊണ്ട് നിന്റെ വാഗ്ദത്തത്തെ നീ എടുക്കാൻ പോവാ. ആമേ. അന്യന്റെ കാലല്ല, നിന്റെ സ്വന്തം കാൽപാദങ്ങൾ നീ കേട്ട ദൂതുകളിൽ പ്രവേശിക്കാൻ പോവാ. ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കണം. ആമേൻ. അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്യണം. ആമേൻ, 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 ആമേൻ. ആശയ്ക്ക് വിരോധമായ ആശയോടെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. എന്നിട്ട് അബ്രഹാം പറയുകയാണ്, ദൈവം ആമേനാമി വിശ്വസ്തനെന്നും അവൻ വാഗ്ദത്തം ചെയ്തവൻ വാഗ്ദത്തം നിവർത്തീകരിപ്പാൻ ശക്തൻ എന്നും അവൻ ഉറച്ചു. എന്നിട്ട് അടുത്തത് ഇങ്ങനെയാ പറയുന്നത്, ദൈവം അത് അവന് നീതിക്കായി കണക്കിട്ടു. അല്ലേ? റോമർക്ക് എഴുതിയ ലേഖനത്തിലാണ് 4-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്. 20 മുതൽ വായിച്ചാൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. ഇന്ന് പകൽ നിങ്ങളത് വിശ്വസിക്കുമ്പോൾ, നിങ്ങൾ ദൈവദൂത് വിശ്വസിക്കുമ്പോൾ, നിങ്ങളോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുമ്പോൾ, ആമേൻ, 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 അത് നിങ്ങൾക്ക് നീതിക്കായി കണക്കിടും. അബ്രഹാമിന് അത് നീതിക്കായി കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് മാത്രമല്ല, ഇന്ന് പകൽ അത് വായിക്കുന്ന, അത് വിശ്വസിക്കുന്ന എന്നെ കുറിച്ചും കൂടെയാണ്. എനിക്കും നിങ്ങൾക്കും അത് നീതിക്കായി കണക്കിടും. അതുകൊണ്ട് അത് അവന് നീതിക്കായി കണക്കിട്ടു. എന്നിട്ട് 23-ാം വാക്യത്തിൽ പറയുക, അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു എന്ന് പറഞ്ഞാൽ, അന്ന് അബ്രഹാം അത് വിശ്വസിച്ചപ്പോൾ ദൈവം അത് അബ്രഹാമിന് നീതിക്കായി കണക്കിട്ടുവെങ്കിൽ ഇന്ന് പകൽ അത് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾക്കും അത് നീതിക്കായി കണക്കിടും. തന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇന്ന് പകൽ കണ്ണുകൾ അടച്ചേ. ആമേൻ. കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ സകലവും ഉവന്നാണ്. നമ്മുടെ പാർട്ട് നമ്മളത് വിശ്വസിച്ച് ആമേൻ പറയുക എന്നുള്ളതാണ്. നമ്മുടെ പാർട്ട് അത് വിശ്വസിച്ച് ആമേൻ പറയുക എന്നുള്ളതാണ്. ഇന്ന് പകൽ സാഹചര്യങ്ങൾ എതിരാകട്ടെ, ആമേനാമി വ്യക്തികൾ എതിരാകട്ടെ, ആമേനാമി യാതൊരു പോസിബിലിറ്റിയും നാം കേട്ട ദൂതുകൾ നടക്കാനില്ലാതിരിക്കട്ടെ. പക്ഷെ ആയതിന്റെ നടുവിലും ഞാൻ സാഹചര്യങ്ങളെ അല്ല, ഞാൻ സാധ്യതകളെ അല്ല, ഞാൻ സർവശക്തനിലാണ് വിശ്വസിക്കുന്നത് എന്ന് പറയാൻ എത്ര പേർക്ക് പറ്റോ? ഞാൻ സാഹചര്യങ്ങളെ അല്ല, ഞാൻ സാധ്യതകളെ അല്ല, ഞാൻ വാക്ക് പറഞ്ഞ സർവശക്തനിലാണ് വിശ്വസിക്കുന്നത് എന്ന് പറയാൻ കഴിയുന്നവർ ദൈവത്തെ സ്തുതിച്ച് അവർക്ക് വേണ്ടി താളുകൾ ഞാനിത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ എന്നെ ദൈവാത്മാവ് ഒരു ബോധ്യം തരുന്നു. ചില താളുകൾ മറിയുന്നത് പോലെ, ചില പേജുകൾ മറിയുന്നത് പോലെ, ചിലതൊക്കെ റൊട്ടേറ്റ് ആകുകയാണ്, ചിലതൊക്കെ തിരിഞ്ഞു വരുന്നു, ചിലതൊക്കെ താളുകൾ മറിഞ്ഞ് ചില പുതിയ അധ്യായങ്ങൾ എഴുതുന്നത് പോലെ ചിലരുടെ ജീവിതത്തിൽ ചില ദൈവ പ്രവൃത്തികൾ ദൈവം വെളിപ്പെടുത്തുകയാണ്. അടഞ്ഞു എന്ന് ചിന്തിക്കുന്നിടത്ത് ദൈവം ചില പുതിയത് ആരംഭിക്കുക. തന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ പകൽ വിശ്വസിക്കുക. പ്രത്യേകിച്ച് ഓരോ ഡിവൈസുകളുടെ പേരുകൾ പറഞ്ഞ് ദൂത് പറയാനായി ഞാൻ സമയമെടുക്കുന്നില്ല. ഇന്ന് ജോയിൻ ചെയ്ത ഓരോരുത്തരോടും ദൈവാത്മാവ് പറയുന്നു, ആമേൻ, വിശ്വസിക്കുക, നീ മഹത്വം കാണാൻ പോവുക. തന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകും. കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ,
ഇന്ന് പകൽ അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്ത ദൈവിക ദൂതുകൾക്ക്, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച ദൈവിക ശബ്ദം, ഞങ്ങളുടെ കാതിൽ ഇന്നലകളിൽ കേൾപ്പിച്ച, ഞങ്ങളുടെ ആമേൻ ദർശനങ്ങളിലൂടെ ഞങ്ങളോട് ഇടപെട്ട, സ്വപ്നങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിച്ച ദൈവിക ദൂതുകൾ, വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെട്ടത്, അതിന് നിവർത്തി ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്നു. മറിയ അത് വിശ്വസിച്ചു. വചനത്തിൽ ശിമോൻ അത് വിശ്വസിച്ചു, ജോസഫ് അത് വിശ്വസിച്ചു. അവർക്കെല്ലാം, അബ്രഹാം അത് വിശ്വസിച്ചു. അവർക്കെല്ലാം അത് നീതിക്കായി കണക്കിട്ടെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അവിശ്വാസത്തോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ദൂതുകളെ അവിശ്വസിച്ചു പോയെങ്കിൽ ക്ഷമിക്കണമേ. അങ്ങിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ദൂതുകൾ നിവർത്തീകരിക്കുന്നതിനാൽ സ്തോത്രം. അത്യുന്നതന്റെ ശക്തി ഞങ്ങൾ കേട്ട ദൂതിന്മേൽ, ഞങ്ങളുടെ മേൽ അത്യുന്നതന്റെ ശക്തി നിഴലിടുകയാൽ, പരിശുദ്ധാത്മാവ് ആഴത്തിൽ ഞങ്ങളുടെ മേൽ ഇറങ്ങുകയാൽ, ഞങ്ങൾ കേട്ട വാഗ്ദത്തങ്ങൾക്കകത്ത് ചലിക്കുകയാൽ സ്തോത്രം. മഹത്വം എല്ലാം അങ്ങേക്ക്, അങ്ങയുടെ ജനത്തിന്മേൽ ഈ ദിവസങ്ങളിൽ ഈ ദൂത്, ഈ വചനം, പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുകയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ സാക്ഷ്യങ്ങൾ പുറത്തു വരട്ടെ, സാക്ഷ്യങ്ങൾ പുറത്തു വരട്ടെ. ഈ ദിവസങ്ങളിൽ വിശ്വസിച്ചവൾ ഭാഗ്യവതി. അവളുടെ സാക്ഷ്യങ്ങൾ പുറത്തു വരട്ടെ. കർത്താവ് അത് ചെയ്യുകയാൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ തന്നെ അതിന്റെ സാക്ഷ്യം പറയത്തക്ക രീതിയിൽ ദൈവമഹത്വം വെളിപ്പെടുകയാൽ സ്തോത്രം. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ അവരുടെ വഴിയാത്രയിൽ, വാഹനങ്ങളിൽ എല്ലാം ദൈവ സാന്നിധ്യം കൂടിയിരിക്കണമേ കർത്താവേ. ഇന്ന് അങ്ങയുടെ വചനം ഒരാളോട് പറയാൻ ഉള്ള മുഖാന്തരം ഞങ്ങൾക്ക് ഒരുക്കി തരണമേ കർത്താവ്. അത് ചെയ്യുകയാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ.